ഈ കൂട്ടർക്ക് അറിവത്തൊന്ന് ആവശ്യം പറയാനുള്ള കടൽപ്പൊന്നുമില്ല കേട്ടോ. എന്തിനേറെ പറയുന്നു, എന്റെ കാര്യമാകട്ടെ ആകെ കഷ്ടത്തില്ല. പട്ടണി തന്നെ, വീട്ടിലും മുഴുപട്ടണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടകം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാൾ എന്നെ സമീപിക്കുന്നത്. പണം ധാരാളമുണ്ടെങ്കിലും കലാബോധം തീരെയില്ല. വ്യാജച്ചാരം വിറ്റ് പണക്കാരനാകാനേ നോക്കണേ. ബൈബിൾ നാടകം കാണികളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ടായ വഴിയുടെ ആ വിശുദ്ധി. ആരാ വരണം നോക്കിക്കേ. വരുന്നുണ്ട്, നമ്മുടെ ആള് വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നാടകം അങ്ങനെ തീർത്തോ? മിടുക്കൻ. എന്നാ പറഞ്ഞു? അല്ല, കാശ് എത്രയായി? വന്നവരനെ കാശങ്ങോട്ട് കൊണ്ടുപോകാൻ വല്ല ചക്കയെ വാങ്ങണോ? നാടകം കൊണ്ട് വായിച്ചു കേൾക്കണ്ടേ? പിന്നെ വേണം. ഞാനതങ്ങ് മറന്നുപോയി. ബട്ട് വണനത കാര്യം, ഞാൻ രൂപീകരിക്കുന്ന ഈ നാടക സമിതി ബൈബിളിലെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് മാറണം. മാധ്യമമല്ല, മാധ്യമം. അത് തന്നെ മാധ്യമം. മിടുക്കൻ, കൊടുകൈ. അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടണം. അപ്പോ ഇപ്പൊ ഇല്ലാതാണോ? എന്ത്? അല്ല, ഈ സ്ഥാനം. ഇല്ലെന്നേ, താനിത് കേൾക്ക്. കള്ളാച്ചാരായം വിറ്റാണ് അവൻ 10 കാശുണ്ടാക്കിയതെന്നേ. ഏത്? തനിക്ക് നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാമല്ലോ. കൈ കാശുള്ളവനെ അവന്മാർക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ആ വൃത്തികെട്ടന്മാരൊക്കെ കൂടി ചേർന്ന് അവനൊരു പേരിട്ടടോ. എന്താ അത്? ചാരായം തോമയെന്ന്. ആ വൃത്തികെട്ട പേരിൽ നിന്ന് എങ്ങനെ തടിയുരണം എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛന്റെ വരവേ. എടാ തോമ, വെള്ളിയാഴ്ചകളിലെ നൊവേന കഴിഞ്ഞുള്ള നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യാനുള്ള അരി നീ സ്പോൺസർ ചെയ്യണം. പാരീസ് പ്രീസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇടവക വികാരി എന്ന നിലയിൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. അരുതെന്ന് പറയരുത് കുഞ്ഞാടെ. തോമ അങ്ങ് ചാടിക്കേറി ഏറ്റു. നന്നായി, വളരെ നല്ലൊരു കാര്യം. ചാരായൻ തോമ എന്നുള്ള പേര് മാറി പള്ളിത്തോമ എന്ന പേര് വീണിട്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ആ വൃത്തികെട്ടന്മാർക്ക് കൂടി ചേർന്ന് എനിക്ക് വേറെ പേരിട്ടു. കന്നിത്തോമനായിരിക്കും. അല്ല, അതെങ്ങനെ ഇവിടെ എത്തി? പത്രത്തിലുണ്ടായിരുന്നു. അതെവോ? വേണ്ട കേട്ടോ, അരി മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെന്ന് വിചാരിച്ച് ജീവിച്ചു പൊക്കിയിട്ട് ധരിച്ചൊരു നാടകം എഴുതിക്കാൻ വന്നപ്പോൾ എനിക്കിട്ട്. അല്ല, ഞാൻ വിളിച്ച് പറഞ്ഞതല്ല. അത് പോട്ടെ. കം ടു ദിസ് പോയിന്റ്. സാധുക്കളായ പെൺകുട്ടികളെ കെട്ടിയ കാശ് കൊടുത്തു, അപ്പോഴും കിട്ടി വേറൊരു പേര്. എന്താ അത്? കല്യാണരാമൻ. എത്ര നാളെ കലാപമുള്ള നാട്ടുകാർ. എടോ, അയ്യോ ഈശ്വര, പൊതലെ കുത്തി അവസാന കൈയായി ബൈബിൾ നാടകം. ബൈബിൾ തോമ എന്ന പേര് വീണ് കിട്ടി. മനസ്സായത്തോടെ മരിക്കണം എന്നാണ് എന്റെ അവസാന ഹോപ്പ്ലെസ്. എന്താണെന്ന്? ഹോപ്പ്ലെസ് ഇംഗ്ലീഷാണ്, അറിഞ്ഞുകൂടല്ലേ? എന്നാൽ നമുക്ക് നാടകത്തെ കുറിച്ച് അങ്ങോട്ട് ചർച്ച ചെയ്യാം. വെറുതെ ചെയ്താൽ പോരാ, കുലങ്കഷണമായി ചർച്ച ചെയ്യണം. കുലങ്കഷണം വേണ്ട, കുലങ്കഷം. കാശ് കയ്യിൽ വന്നേ പിന്നെ മലയാളം പറഞ്ഞാൽ മുഴുവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അത് ഈയിടത്തൊരു ഫാഷനാ. ബൈ കാശ് മുടക്കുമ്പോൾ നല്ലോണം ആലോചിച്ചുറച്ച് തന്നെ വേണം. ഞാൻ ഈ നാടക സമിതിക്ക് വേണ്ടി മുടക്കുന്ന കാശ് ഗൾഫിൽ പോയി പാറ വെട്ടിച്ചുണ്ടാക്കിയതോ, അല്ലെങ്കിൽ ഈ നാടക സമിതിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ കിട്ടണ ആവാൻ നക്കാപ്പിച്ച കാശൊന്നുമല്ല, നല്ല അന്തസ്സായിട്ട് കള്ളച്ചാരം വെച്ചുണ്ടാക്കിയതാ. മിടുക്കൻ കൊടുകൈ മിടുക്കൻ. നമുക്ക് ഈ നാടകത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിന്റെ കഥ ഞാൻ പറയുന്നത്. അധിപൻ. അവനെ കുറിച്ചൊന്നും പറയണ്ട. ഒരിക്കൽ ഞാൻ ആടുകളെ മേച്ചിട്ട് ആലയിലേക്ക് കൊണ്ടുവന്നപ്പോ ഒരെണ്ണം കുറവായിരുന്നു. ആടുകളെ കാട്ടിലേക്ക് അയച്ചിട്ട് ഞാൻ വേട്ടയ്ക്ക് പോയെന്ന് അവൻ അപ്പനോട് പറഞ്ഞു കൊടുത്തു. അന്ന് എനിക്ക് കിട്ടിയതിന് കണക്കില്ല. അടുത്ത അപ്പനമ്മമാരില്ലെങ്കിൽ തക്കങ്ങിട്ട് കാലൊഴിച്ച് തൊഴിച്ചു കൊടുത്തേനെ. ഉടനെ അപ്പാന്ന് പറഞ്ഞങ്ങ് പോകുമായിരുന്നു. എങ്ങനെ ഓമനിക്കായിരിക്കും? അപ്പൻ വാർത്ത വീട്ടിലുണ്ടായ മകനല്ലേ, രോമക്കുപ്പായം ധരിപ്പിട്ട് അടുത്തതിനെ പിടിച്ചിരുത്തിയിരിക്കുകയല്ലേ. ആടിനെ വായിക്കാനും വേട്ടയ്ക്ക് പോകാനും നമ്മൾ വേണ്ടിവരും. നീയൊക്കെ ദാസയുടെ മക്കളല്ലേ. അപ്പൊ നീയോ? ഞാനും അതെ. ഏട്ടന്മാരെ, എന്താ നീയ? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ എന്റെ കെട്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും വന്ന് എന്റെ കെട്ടി വണങ്ങുന്നു. എന്താണ് ചേട്ടാ? നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ നമ്മളെ ആദ്യത്തെ സ്ഥാപിക്കുകയാണോ? പറയടാ, ഒന്ന് വിടോ. എന്തിനാണ് എന്നോട് ഇങ്ങനെ കാപ്പിക്കുന്നത്? ഞാൻ എനിക്കുണ്ട ഒരു സ്വപ്നമല്ലേ പറഞ്ഞോളൂ. സ്വപ്നം പറഞ്ഞത് ഇത്ര വലിയ കുറ്റമാണോ? ഞാനിത് അപ്പനോട് പറഞ്ഞു കൊടുക്കും.
ചെല്ല് വേഗം ചെല്ല്. കഴിഞ്ഞ ദിവസം നീ ഒരു സ്വപ്നം കണ്ടില്ലേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താണും ഉണങ്ങുന്നതായിട്ട്? അത് പറഞ്ഞപ്പോൾ അപ്പൻ്റെ നിന്ന് കിട്ടിയത് നീ മറന്നുപോയോ? കൊന്തക്കാട്ടിൽ പതുങ്ങിയിരുന്ന മുയലിനെ ഞാൻ നേരത്തെ തന്നെ കണ്ടു. അതിനെ ജീവനോട് തന്നെ പിടിക്കണം. അത് വേണം. ഒറ്റക്കുറിപ്പിൽ ഞാൻ എന്റെ കാലിൽ പിടികൂടി. മുള്ളും പാറയും നിറഞ്ഞ പൊന്തിയിൽ വീണ് ദേഹം ആസാദം മുറിഞ്ഞു. ഈ ഞാനും ഇങ്ങനെയാണ്. വേട്ടയ്ക്ക് പോകുമ്പോൾ എന്റെ ജീവനും ശരീരവും ഞാൻ പ്രശ്നമാക്കാറേ ഇല്ല. ഒന്ന് പോടാ, പേടിത്തണ്ട. അവരില്ല നിങ്ങൾ പേടിച്ച് ബോധം കിടന്ന് നീയായി വിളിക്കുന്നത്. തമാശകളാ, വേഗം തയ്യാറെടുക്കും. നമുക്കിത് ഷെക്കേമിലേക്ക് പോകാനുള്ളതല്ലേ. അപ്പൻ എത്ര ക്രൂരമായിട്ടാണ് നമ്മോട് പെരുമാറുന്നത്. ഷെക്കേമിലെ കൊടുന്തോടിൽ നിന്ന് എത്ര ദിവസം കഴിച്ചു കൂട്ടണം? എനിക്ക് വയ്യ. അപ്പന്റെ ആജ്ഞ നമ്മളെല്ലാരും അനുസരിക്കണം. എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോട് കൂടിയായിരിക്കും ആടുമേയ്ക്കാൻ ഷെക്കേമിലേക്ക് പോകാൻ അപ്പൻ നമ്മോട് ആവശ്യപ്പെട്ടത്. എന്റെ അല്ല ഉദ്ദേശം, ദാസയുടെ മക്കളെ കഷ്ടപ്പെടുത്തുന്നത്. അത് തന്നെ. ആര്? ജോസഫ്. ഓ ജോസഫ്, അവനെ കൊണ്ട് മടുത്തു. അപ്പന്റെ തോളം ചാണ്ടി പൊക്കോളാ. എഴുന്നേക്കാ. ഇവനെങ്ങനെ എത്താൻ പറ്റില്ല. ഈ നിലയിലാണ് വളർന്നു വന്നാൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കും. അതൊന്നും ശരിയല്ല. നാം അവനെ ഒന്നും ചെയ്യരുത്. അവൻ നമ്മുടെ കുഞ്ഞഞ്ചനല്ലേ. നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കണം. എങ്കിൽ നമുക്ക് അവന്റെ പ്രശ്നം ഇല്ലാതെയാക്കാം. എന്തായാലും അപ്പൻ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന് വേണ്ട. ഉഷ്ണകാറ്റിൽ വറ്റിവരേണ്ട ഷെക്കേമിലേക്ക് കൊടുഞ്ചൂടിലേക്ക് വരൂ. നമുക്ക് പുറപ്പെടാം. വരൂ, നമുക്ക് ആഹാരം കഴിച്ച് വിശ്രമിക്കാം. നമുക്ക് ഈ ജോലിനതിലേക്ക് തിരിച്ചു പോയാലോ? എനിക്ക് ഈ കാട്ടിൽ കിടന്ന് മടുത്തു. എത്ര ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? അപ്പഴേ നമ്മളെ കുറിച്ച് ഒരു ധാരണയുമില്ല. ശരിയാ, നമ്മൾ ചെയ്യുന്ന ഒരു വിലയുമില്ല. എപ്പോഴും ശകാരം മാത്രം മിച്ചം. ജോസഫ് അല്ലേ വരുന്നത്? സ്വപ്നക്കാരന്റെ എഴുന്നള്ളത്ത്. ശരിയാ, അവനില്ലാതെ ഇതിലും നല്ലൊരു അവസരം കിട്ടത്തില്ല. അരുതി, എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? അവൻ നമ്മുടെ സഹോദരനല്ലേ. മിണ്ടരുത്. നിനക്ക് അവനോടുള്ള താല്പര്യം നമുക്കറിയാം. നമുക്ക് അവന് ശല്യം ഇല്ലാതാക്കിയാൽ പോരെ. നമുക്ക് അവനെ മരുഭൂമിയിലല്ല കുയിലും തള്ളിയിടാം. ഒരിക്കലും രക്തം ചിന്തരുത്. ശരി, നമുക്ക് അവനെ ആ കുഴിയിൽ തള്ളിയിടാം. ഒരിക്കലും നമ്മുടെ മേലെ രക്തക്കറ പതിയണ്ട. അത് തന്നെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവൻ താനെ ആ കുഴി കിടന്ന് ചത്തോളൂ. ഏട്ടന്മാരെ, അനിയ, നിങ്ങളുടെ സൗഖ്യം അന്വേഷിക്കാൻ അപ്പൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാ. നിർത്തറാവിന്റെ കപട സ്നേഹം. ഞങ്ങളിവിടെ അനുഭവിക്കുന്ന യാതനകൾ അപ്പനോട് പറയാൻ നീ ഒരിക്കലും തിരിച്ചു പോവില്ല. അരുതി, അവനെ ഒന്നും ചെയ്യരുത്. എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പരുഷമായി പെരുമാറുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? നിന്റെ ജന്മം ഞങ്ങളോടുള്ള ആദ്യത്തെ തെറ്റാണ്. അപ്പന്റെ പ്രിയപുത്രൻ, അത് രണ്ടാമത്തെ തെറ്റ്. അരുതി, അവനെ ഒന്നും ചെയ്യരുത്. എല്ലാരും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ജോസഫിനെ എനിക്ക് ആ കുഴിയിൽ നിന്ന് രക്ഷിക്കാനാവും. ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ അവനെ രക്ഷിക്കും. ഒരു സ്വപ്നക്കാരൻ ആ കുഴി കിടന്ന് സ്വപ്നം കാണാം. നീ പോയി ആദ്യം ആടുകൾക്ക് വെള്ളം കൊടുക്ക്. അപ്പോഴേക്കും ഞങ്ങൾ ആഹാരം കണ്ടെത്താം. കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു. എനിക്കൊരാശയം തോന്നുന്നു. നമുക്ക് ജോസഫിനെ കുഴിയിൽ നിന്ന് കയറ്റി ഇവർക്ക് വിൽക്കാം. ശരിയാണ്, നമുക്ക് പണവും കിട്ടും. അവന്റെ കുപ്പായം ഊരിയെടുത്ത് ആട്ടിൻചോരയിൽ കുതിർത്ത് അപ്പനെ കാണിക്കാം. അവനെ ഏതോ കാട്ടുമൃഗം പിടിച്ചെന്ന് അപ്പൻ കരുതിക്കോളും. ജീവിതത്തിൽ ആദ്യമായി ബുദ്ധിപരമായി ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയുണ്ട്? ഉഗ്രൻ, വരൂ. ജോസഫ് എവിടെ? അവനെ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാരും കൂടി അവൻ എന്ത് ചെയ്തു? ഞാൻ ഇനി അപ്പനോട് എന്ത് സമാധാനം പറയും?
അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പല്ലേ? അവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് നീ കരുതിയല്ലേടാ? നിനക്കെത്ര നിർബന്ധമാണെങ്കിൽ നീ ഈജിപ്തിലേക്ക് വെക്കോ. അടുത്ത ദിവസം അടിമച്ചന്തയിൽ അവനെ വിൽക്കും. അവിടെ വെച്ച് കാണാം. 20 വെള്ളിക്കാശിന് ഞങ്ങൾ അവനെ ഇസ്മായിൽക്കാർക്കങ്ങ് വിറ്റു. ഇല്ല, ഈ പാതകത്തിന് ഞാൻ കൂടി നിൽക്കില്ല. സ്വന്തം സഹോദരനെ 20 വെള്ളിക്കാശിന് അടവുപണിക്ക് വിറ്റ കാര്യം അപ്പനോട് ഞാൻ തീർച്ചയായും പറയും. ഇപ്പോൾ നീ കണ്ടില്ലേ ജോസഫിന്റെ അനുഭവം? അവന് ഭാഗ്യമുണ്ട്, അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. പക്ഷെ നിന്റെ കാലത്ത് ആ ദാക്ഷിണ്യം നീ പ്രതീക്ഷിക്കണ്ട. അരുതേ, എന്നെ കൊല്ലരുതേ. ഞാൻ ആരോടും പറയില്ല. എന്റെ കുഞ്ഞാനിൻ ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഹൃദയം തകരുന്നൊരു ഓർമ്മയായി എന്ന് ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഇത് സൂക്ഷിച്ചു കൊള്ളാം. ഇസ്മായിൽ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഫറോവയുടെ കാവൽപ്പടനായകനായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. പൊത്തിഫറുടെ ഭവനത്തിൽ ജോസഫിന്റെ പെരുമാറ്റം എല്ലാവർക്കും വളരെ പ്രിയങ്കരമായിരുന്നു. അദ്ദേഹം അവനെ ആ ഭവനത്തിന്റെ മേൽനോട്ടം മുഴുവനായിട്ട് ഏൽപ്പിച്ചു. നോക്കി നിന്നാൽ അതിൽ നിന്നും കാശുണ്ടാക്കാം. ഇവിടെ പല ആൾക്കാരും കാര്യസ്ഥന്മാരും കൈകാര്യന്മാരുമായിട്ടിരുന്ന് കാശുണ്ടാക്കി കാര്യം എനിക്ക് അറിയാമല്ലോ. പക്ഷെ മുതലാളി കുത്തുപാള എടുക്കും. അങ്ങനെ ദൈവത്തെ നിരക്കാതൊന്നും ചെയ്യുന്നതായിരുന്നില്ല ജോസഫ്. പക്ഷേ 20-ാം ജോസഫിനെ കാണുന്നത് കാരാഗ്രഹത്തിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനവിടെ വെട്ടിപ്പ് നടത്തി കാണും. എടോ കക്കാതെ എന്തിനാണോ ജയിലിൽ പോണത്? ഇത് നല്ല കൂത്ത്. കഥ ശ്രദ്ധിക്കൂ. കാരാഗ്രഹത്തിലെ ജോസഫിനെ നമുക്ക് കാണാം. ജോസഫ് എന്നല്ലേ പേര്? അതെ. കുറച്ചു ദിവസമായി നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പെരുമാറ്റം എനിക്ക് അതീവ ഹൃദ്യമായി തോന്നി. നിങ്ങളെ കണ്ടാൽ ഒരു കുറ്റവാളി എന്ന് പറയത്തേയില്ല. ഇത്രയും നാളായുള്ള കാരാഗ്രഹ സൂക്ഷിപ്പ് കാലത്ത് നിങ്ങളെ പോലുള്ള ഒരാളെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ആട്ടെ, എന്തിനാ യജമാനൻ നിങ്ങളെ കാരാഗ്രഹത്തിൽ അടച്ചത്? കർത്താവിന്റെ പരിപാലനയിൽ അതീവ സന്തുഷ്ടനാണ് ഞാൻ. എന്റെ യജമാനന് അനിഷ്ടമുണ്ടാക്കുന്ന യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് എന്നോടുണ്ടായ ഒരു തെറ്റിദ്ധാരണ നിമിത്തമാണ് ഞാൻ അവിടെ തള്ളപ്പെട്ടത്. തെറ്റിദ്ധാരണയോ? എന്തായിരുന്നു സംഭവം? ഫറവോയുടെ കാവൽപ്പട നായകൻ പോത്തിഫറിന്റെ അടിമയായിരുന്നു ഞാൻ വിശ്വസിച്ചാണെന്ന് മനസ്സിലാക്കിയ എന്റെ യജമാനൻ അദ്ദേഹത്തിന്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ മേൽനോട്ടമേൽപ്പിച്ചു. ദൈവകൃപയാൽ ഞാൻ ഏർപ്പെട്ടതെല്ലാം ശുഭമായി തന്നെ ഭവിച്ചു. എന്നിട്ട് യജമാനെ ഭാര്യയ്ക്ക് എന്നോട് താല്പര്യം ജനിച്ചു. പ്രവർത്തനം അവരെ പ്രാപിക്കാൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ എങ്ങനെ ഇത്ര നിജമായി പ്രവർത്തിച്ച് ദൈവത്തിനെ പാപം ചെയ്യുക? പക്ഷേ പറയൂ, എന്നിട്ട് എന്തുണ്ടായി? ഒരു ദിവസം ഞാൻ ജോലി ചെയ്യാനായി വീടുകളിൽ പ്രവേശിച്ചപ്പോൾ യജമാന ഭാര്യ എന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു. രക്ഷപ്പെടാനായി ഞാൻ പുറത്തേക്ക് ഓടി. പക്ഷെ എന്റെ മേലങ്കി വീടുകളിൽ വീണു. ഇസഫാ നിമിത്തം കോമ്പുണ്ട ആ സ്ത്രീ ആളുകളെ വിളിച്ചുകൂട്ടി ഞാൻ അവരെ അപമര്യാദയാക്കാൻ ശ്രമിച്ചു എന്ന് കള്ളം പറഞ്ഞു. തെളിവുകൾ എനിക്കെതിരായി. അടിപൊളി. എന്താണ് കഥയിൽ കയറി ശല്യം ഉണ്ടാക്കുന്നത്? എടാ സൂത്രധാര, ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം നമുക്ക് സമയമെടുത്ത് ഡെവലപ്പ് ചെയ്യണം. എങ്കിലേ നമ്മുടെ ചെറുപ്പക്കാരുടെ കൈയുടെ കിട്ടുകയുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഇഷ്ടങ്ങൾ തനിക്ക് അറിയോ? ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി സംവിധായകന്മാർ നെട്ടോട്ടം ഓടുകയാണ്. അങ്ങനെ ഒരാളാരല്ല ജോസഫ്. അദ്ദേഹം ഒരിക്കലും ഇത്തരം ഹീനപ്രവൃത്തികൾ ചെയ്യില്ല. ഒന്ന് വെറുതെ ഇര എന്റെ സൂത്രധാര. ജോസഫ് ആണെങ്കിൽ ചെറുപ്പക്കാരൻ, പടനായകന്റെ ഭാര്യയാകുമ്പോൾ ഒട്ടും മോശം വരികയില്ല. ഇങ്ങനെ ഒരു അവസരത്തിൽ ആരാണെങ്കിലും പതറുപടോ? ഞാനാണെങ്കിൽ എപ്പോൾ പതറിയതെന്ന് ചോദിച്ചാൽ താനാണെങ്കിലും പതറുപടോ? ക്ഷീരം വളരെക്കൊടിയും ചുവട്ടിലും ചോര തന്നെ കൊതുവിന് കതുകുമെന്ന് പറഞ്ഞു കേട്ടുള്ളൂ. ബൈബിൾ എന്ന മഹാഗ്രന്ഥത്തിന്റെ അമൃത നിർദ്ധരണിയിൽ തികച്ചും അപരിഷ്കൃതമായി ഇത്തരം ഭാവങ്ങൾ വരച്ചെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ നാടകം എഴുതില്ല. പോയിക്കൊള്ളുക, എന്നെ കണ്ടെടുത്ത് കണ്ടുപോകരുത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ മതി. എങ്ങനെ തന്നെ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അങ്ങനെ നിരപരാധിയായ നിങ്ങൾ കാരാഗ്രഹത്തിലായി. സാരമില്ല, യഹോവയുടെ കരങ്ങൾ നിങ്ങളെ യഥായോഗം ഉയർത്തും. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. നിങ്ങൾ നല്ലവനാണ്. ഞാൻ നിങ്ങളെ ഈ തടവുകാരുടെ മേൽനോട്ടം ഏൽപ്പിക്കുന്നു. വിശ്വസ്തനായ സേവകൻ. എനിക്ക് എന്റെ ജോലിയിൽ ഒരു ആശ്വാസമായിരിക്കും. സന്തോഷത്തോടെ ഞാൻ ഈ ഭാരം ഏൽക്കുന്നു. കാരാഗ്രഹവാസത്തിനിടയിലും ആരെങ്കിലും സഹായിക്കാനാവുക എത്ര നല്ല കാര്യമാണ്. എന്താണ് നിങ്ങൾ രണ്ടുപേരും അസ്വസ്ഥരായിരിക്കുന്നത്? എന്ത് സംഭവിച്ചു? എന്നോട് പറയാൻ വിരോധമുണ്ടോ? ഇവിടെ വന്നത് മുതൽ പല പല ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അല്പസമയം ഉറങ്ങാൻ കഴിഞ്ഞത്. എനിക്കൊരു സ്വപ്നമുണ്ടായി. അത് വളരെ അർത്ഥവത്തായിരുന്നു. അത് വ്യാഖ്യാനിച്ചു തരാൻ ആരുമില്ല. വ്യാഖ്യാനം? അത് ദൈവത്തിൻ്റെതല്ലേ? സ്വപ്നം എന്താണെന്ന് പറയൂ. ഞാനൊരു മുന്തിരി വള്ളി സ്വപ്നം കണ്ടു.
അതിന് 3 ശാഖകളുണ്ടായിരുന്നു. അത് മൊട്ടിട്ട ഉടനെ പുഷ്പിച്ച് കായഫലമുണ്ടായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ മുന്തിരി പഴങ്ങൾ പിഴിഞ്ഞ് ഫറവോയുടെ പാനപാത്രത്തിൽ ഒഴിച്ച് അദ്ദേഹത്തിന് കൊടുത്തു. അതിന്റെ വ്യാഖ്യാനം ഇതാണ്: 3 ശാഖകൾ 3 ദിവസങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ ജോലിയിൽ തിരിച്ചെടുക്കും. നീ ഫറവോയുടെ കയ്യിൽ പാനപാത്രം വെച്ചു കൊടുക്കുകയും ചെയ്യും. സന്തോഷകരമായ ഈ സ്വപ്ന വ്യാഖ്യാനം എന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കാലം വരുമ്പോൾ നീ എന്നെയും ഓർക്കണം, എന്നോടും കാര്യം കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും നിന്നെ മറക്കാൻ കഴിയില്ല. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. നീ അത് എനിക്ക് വ്യാഖ്യാനിച്ചു തരണം. സ്വപ്നം എന്താണെന്ന് പറയൂ. എന്റെ തലയിൽ 3 കുട്ടകൾ നിറയെ അപ്പമുണ്ടായിരുന്നു. ഏറ്റവും മുകളിലത്തെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പലതരം അപ്പങ്ങളായിരുന്നു. പക്ഷികൾ അതിൽ നിന്ന് വന്ന് അപ്പങ്ങൾ കൊത്തിക്കൊണ്ടുപോയി. 3 കുട്ടികൾ 3 ദിവസങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ പുറത്താക്കി മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷികൾ വന്ന് നിന്റെ മാംസം പുറത്തിരിക്കുകയും ചെയ്യും. ഇല്ല, ഇത് കള്ളമാണ്. ഇത് ഒരിക്കലും സംഭവിക്കില്ല. ജോസഫ് പ്രവചിച്ചതുപോലെ തന്നെ പാനപാത്രവാഹനെ ജോലിയിൽ പ്രവേശിച്ചു. പാചക പ്രമാണിയെ മരത്തിൽ കെട്ടിത്തൂക്കി. പക്ഷേ പാനപാത്രവാഹൻ ജോസഫിനെ വിസ്മരിക്കുകയുണ്ടായി. എവിടെ, ഇനി ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല. അവൻ ആ കാരാഗ്രഹത്തിൽ കിടന്ന് നരകിച്ച് മരിക്കത്തേ ഉള്ളൂ. ഇതാ മനുഷ്യന്റെ കുഴപ്പം. ദൈവപരിപാലനം ജീവിക്കുമ്പോഴും നിരാശയിലേക്ക് മൂക്കുകുത്തി വീഴുന്നു. മനുഷ്യവിനോദം ഏതെടുത്താലും സാക്ഷാൽ ദൈവത്തിന് പോലും ദുഃഖം സഹിക്കേണ്ടവനും സത്യം ഓർക്കാത്തതെന്ത്? ഇനി നമുക്ക് ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് പോകാം. നാം എന്തിനൊരു തീറ്റിപ്പോട്ടണം? ജ്ഞാനികൾ എത്ര ജ്ഞാനികൾ ഇന്ന് സൂക്ഷിച്ചു കഴിയാനല്ലത്. ഇവറ്റകളെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ആരെവിടെ? അടിയൻ. നമുക്കുണ്ടായ സ്വപ്നത്തിന് തൃപ്തികരമായ ഒരു വ്യാഖ്യാനം നൽകാതെ ഒറ്റൊരു പണ്ഡിതന്മാരെയും നമ്മുടെ മുൻപിൽ കണ്ടുപോകരുത്. എല്ലാരും ഈ കൊട്ടാരം വിട്ടു പോകാൻ നാം കൽപ്പിക്കുന്നു. തിരുമേനി, അങ്ങേക്കുണ്ടായ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരാളെ അടിയൻ അറിയാം. ആരാണ് അയാൾ? പടനായകൻ പൊത്തിഫറിന്റെ കാരാഗൃഹത്തിൽ വെച്ച് ഒരിക്കലുണ്ടായ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്നത് അയാളായിരുന്നു. അക്ഷരം പ്രതി ശരിയായിരുന്നു. എങ്കിൽ അയാളെ ഉടൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരൂ. അടിയൻ. നിർത്തൂ. നാം ഇവിടെ വാതിലിന് തുമ്പിൽ നിൽക്കുമ്പോൾ പാട്ടും കൂത്തും നടത്തുന്നു. വിട്ടി പരിശകളെ. തിരുമേനി, ഇതാണ് ഞാൻ പറഞ്ഞയാള്. എന്താണ് നിങ്ങളുടെ പേര്? ഇബ്രാനായ യാക്കോബിന്റെ പുത്രൻ ജോസഫാണ് ഞാൻ. കഴിഞ്ഞ രാത്രി നമുക്ക് വിചിത്രമായ 2 സ്വപ്നങ്ങൾ ഉണ്ടായി. എന്താണ് അങ്ങേക്കുണ്ടായ സ്വപ്നം? നാം നൈൽ നദി തീരത്ത് നിൽക്കുകയുണ്ടായി. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടികൾ മേഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് 7 പശുക്കൾ കൂടി കയറി വന്നു. അവ മെലിഞ്ഞും വിരൂപമായിരുന്നു. മെലിഞ്ഞ പശുക്കൾ അഴകുള്ള പശുക്കളെ അടുത്തെത്തി. പെട്ടെന്ന് വിരൂപമായ പശുക്കൾ അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ നാം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. സ്വപ്നത്തിന്റെ പൊരുളാലോചിച്ച് നാം വീണ്ടും ഉറക്കത്തിലേക്ക് മയങ്ങിപ്പോയി. അപ്പോൾ ഇതാ മറ്റൊരു സ്വപ്നവും കൂടി. ഒരു തട്ടിൽ അഴകും പുഷ്ടിയുമുള്ള 7 ധാന്യക്കതിരുകൾ ഉയർന്നു വന്നു. പിന്നീട് 7 കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശോഷിച്ചതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരേണ്ടതുമായിരുന്നു. ശേഷിച്ച കതിരുകൾ പുഷ്ടിയുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. വരാൻ പോകുന്ന എന്തോ സംഭവത്തിന്റെ സൂചനയായി നാം ഇതിനെ കണക്കാക്കുന്നു. രണ്ട് സ്വപ്നങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെ. 7 നല്ല കതിരുകളും 7 നല്ല പശുക്കളും 7 മെല്ലിന പക്ഷികളും വർഷങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈജിപ്തിൽ വരാൻ പോകുന്ന 7 വർഷം സമൃദ്ധിയുടെ വർഷങ്ങളായിരിക്കും. അതിനെ തുടർന്ന് വരുന്നത് ക്ഷാമത്തിന്റെയും പിന്നെ വരുന്നത് കഠിന ക്ഷാമത്തിന്റെയും ഈജിപ്ത് സമൃദ്ധിയുടെ കാലം തന്നെ മറന്നുപോയേക്കും. എന്താണ് ഇതിനൊരു പരിഹാരം? വരാൻ പോകുന്ന ക്ഷാമത്തിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചെന്നും ഉടനെ നടപ്പാക്കുമെന്നതാണ്. അതുകൊണ്ട് ബുദ്ധിമാനും വിവേകിയുമായ ഒരാളെ ഈജിപ്തിന്റെ അധിപനായി നിയോഗിക്കുക. നാട്ടിലേക്കും വേട്ടക്കാരെ നിയോഗിച്ച് വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ ധാന്യം മുഴുവനും ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കണം.
7 വർഷം നീളുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും മരുത്. ജോസഫ്, നിങ്ങളിലൂടെ യഹോവയുടെ ശബ്ദം നാം കേൾക്കുന്നു. ആരവിടെ? നമ്മളുടെ വിശിഷ്ടനായ അതിഥിക്ക് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കൂ. പാട്ടും മേളയും സ്വർണമാലയും കൊണ്ടുവരൂ. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ ഒരുത്തനെ ഇനി കണ്ടെത്താൻ കഴിയുമോ? വിശ്വസ്തനായ സേവക, നിന്നിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് നാം തക്കതായ ഒരു പ്രതിഫലം നൽകി. ഇതാ നമ്മളുടെ മുദ്രമോതിരം, ഇത് നാം നിന്നെ അണിയിക്കുന്നു. നിന്നെ നാം സർവ്വതിന്റെയും അധിപനായി നാമകരണം ചെയ്യുന്നു. നിന്നെപ്പോലെ ബുദ്ധിമാനും വിവേകിയുമായ ഒരാൾ വേറെ ഇല്ല. നീ നമ്മുടെ വീട്ടിന് മേലാളനായിരിക്കും. നമ്മുടെ ജന്മം മുഴുവനും നിന്റെ വാക്കനുസരിച്ച് നാം പ്രവർത്തിക്കും. സിംഹാസനത്തിന് മാത്രമായിരിക്കും നാം നിന്നെക്കാൾ വലിയവൻ. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്തിൽ ആരും കൈയും കാലും ഇനി ഉയർത്തുകയില്ല. ഇതാ നിന്നെ നാം ഈജിപ്തിന്റെ മുഴുവനായി, നമ്മുടെ സാമ്രാജ്യത്തിന്റെ മുഴുവനായി അധിപനായി നിന്നെ നാം വാഴിക്കുന്നു. മതി, എനിക്ക് ഇഷ്ടപ്പെട്ട സൂത്രധാര. നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. സർവശക്തനായവന്റെ അനന്തമായ കരുണയെക്കുറിച്ച് എനിക്ക് ബോധ്യമായി. മഹാചരിത്രങ്ങൾ നമുക്ക് എപ്പോഴും അനുഭവപാഠമായിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ദുർഘടമായ പാഠങ്ങൾ അതിഥിച്ച ജോസഫ് സൃഷ്ടികർത്താവിന്റെ പദ്ധതി അനുസരിച്ച് അവസാനം ഉയർത്തിക്കപ്പെട്ടു. ദൈവകൽപ്പനയാൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ സ്നേഹ സാമ്രാജ്യത്തിന്റെ അധിപന്മാരാകാം.